ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, സർവം കൃഷ്ണാർപ്പണ നമസ്തു. എല്ലാവർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതായത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ആരാണ് ആ ഒരു വ്യക്തി എന്നാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും കൂടാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അതുപോലെ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ കറണ്ട് എനർജിയാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. കറണ്ട് എനർജി ഓഫ് യു, അതായത് ഈ എൻ്റെ റീഡിംഗ് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കറണ്ട് എനർജിയാണ് ഞാനിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ള കാർഡ് നമ്മൾ അടുത്ത സെറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പം പ്രാർത്ഥിച്ചിട്ട് 3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുത്തിട്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏകാഗ്രമാക്കിക്കൊണ്ട്, മനസ്സൊക്കെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ റീഡിംഗ് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇത് റെസൊണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. കാർഡുകൾ ഷഫിൾ ചെയ്ത് നോക്കാം. സത്യസന്ധമായ റീഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ കാർഡുകൾ അങ്ങനെ എടുത്ത് വെക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാർഡുകൾ ഷഫിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. എൻ്റെ റീഡിംഗ് കാണുന്ന പ്രിയപ്പെട്ട വ്യക്തികൾ, ചില വ്യക്തികളുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കാർഡുകൾ കുറേ നേരം സമയമെടുത്താണ് ഞാൻ ഷഫിൾ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ, ചില വ്യക്തികളുടെ ചിലരുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കരഞ്ഞ് തളർന്ന് ജീവിതം വരെ അവസാനിപ്പിച്ചാലോ എന്നൊരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം, നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിച്ചു, അന്ധമായിട്ട് വിശ്വസിച്ചു. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സകലം ഉപേക്ഷിച്ചു. നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ആ ഒരു വ്യക്തിക്കായിട്ട് കൊടുത്തു. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മാനസികമായിട്ട് തകർന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെ മനസ്സും കൊടുത്തു, അതുപോലെ നിങ്ങളുടെ ശരീരവും അവർ കവർന്നെടുത്തു, എന്നിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാ തരത്തിലുള്ള ചൂഷണത്തിനും നിങ്ങളെ ഇരയായതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ അവരെ സഹായിക്കുകയും വളരെയധികം അകമഴിഞ്ഞ് സ്നേഹിച്ചു. അതായത് നിങ്ങൾ വിശ്വസിച്ചിരുന്നത് ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാമായ ഒരു വ്യക്തിയാണ് ഇവരെന്നാണ് നിങ്ങൾ കരുതിയിരുന്നത്. നിങ്ങൾ ഇപ്പോഴും മൂവ് ഓൺ ചെയ്തിട്ടില്ല. ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇതുവരെ മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാര്യം, നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഇതിനൊന്നും കാണാതെ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ മനസ്സ് വളരെ ആടി ഉലഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാനോ നിങ്ങൾക്കൊന്ന് മുന്നോട്ടൊരു അടി വയ്ക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാര്യം, നിങ്ങൾ അത്രയ്ക്കൊരു ആഘാതമാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ബന്ധം തകർന്നതിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് വിഷമമുണ്ട്. ഇത് നിങ്ങളായിട്ട് വരുത്തിയതല്ല ശരിക്കും.
അവരായിട്ട് വേണ്ടാന്ന് വെച്ച് പോയതാണ്. കാര്യം നിങ്ങൾ അവരെ അന്ധമായിട്ട് വിശ്വസിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് കൊടിയ വഞ്ചനയാണ് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നേരിട്ടതെന്ന് കാണുന്നുണ്ട്. കാര്യം ഇവർക്ക് വേറെ ഒരു ബന്ധമുണ്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തി ഒന്നില്ലെങ്കിൽ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിംഗ് പോലെയുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി, മറ്റു പല ബന്ധങ്ങളും ഉള്ള ഒരു വ്യക്തി, ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുകയും അവിടെ നിങ്ങൾക്കൊരു ചതി പറ്റിയതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ചൂഷണം ചെയ്ത വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക ചൂഷണവും കാണുന്നുണ്ട് ഇവിടെ. അപ്പം ഇതൊക്കെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളെ ഒരു അടി വെക്കാൻ പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്തവണ്ണം നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾ പ്രശ്നങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരു വ്യക്തി ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു. നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാനസിക വേദനയിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണം എന്നില്ല. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു വിദേശത്ത് വെച്ച് പരിചയപ്പെട്ടവരാകാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻ ആവാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തി രണ്ടിടത്ത് താമസിക്കുന്ന വ്യക്തികളാവാം. അതായത് ഈ നിങ്ങൾ പരിചയപ്പെട്ട വ്യക്തി. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. അതായത് നിങ്ങളെല്ലാം അവർക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഇത് നിങ്ങളിലൊരു ഭയങ്കര ഒരു ആഘാതമാണ് ഉണ്ടാക്കിയത്. കാര്യം അവർ നിങ്ങളെ വിശ്വസിപ്പിച്ച് എന്താണ്, അതാണ് നിങ്ങളാണ് അവരുടെ ലോകമെന്നാണ് അവർ വിശ്വസിപ്പിച്ചിരുന്നത് നിങ്ങളെ. അല്ലെങ്കിൽ എനിക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ അത് നീ മൊത്തമായിരിക്കും. പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ഇവർ നിങ്ങളെ വഞ്ചിക്കുന്നതാണെന്നും, അങ്ങനെ നിങ്ങൾക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. പിന്നെ വഴക്കിലേക്ക് പോയി, ഒരു മാനസിക സംഘർഷം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, ആ ഒരു ബന്ധം എൻഡായി. പക്ഷെ വളരെ കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേഷനിലാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇവിടെ ഒരു കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജി ഉണ്ട്. ഇതൊരു ഇമ്പൾസീവ് ആക്ഷൻ, അല്ലെങ്കിൽ തുടക്കത്തോട്, അതായത് ആ ഒരു ആദ്യ സമയത്തായിരുന്നു ഈ ഒരു ബന്ധത്തിൽ ഭയങ്കര ഒരു പ്രണയമൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത്. ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ആവേശത്തെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം ഈ ഒരു വ്യക്തി ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ക്രൂക്കഡ് മൈൻഡുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ബുദ്ധിശാലിയും തന്ത്രശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ പ്രധാനമായിട്ടും ഇവരൊരു സ്ത്രീലമ്പടനാണ്, അല്ലെങ്കിൽ ഇതുപോലെ പലരുടെ ജീവിതം ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. അല്ലെ സ്ത്രീകളാണെങ്കിലും ഇങ്ങനെ തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാതെ മറ്റ് പല പുരുഷന്മാരുമായിട്ടും പരപുരുഷ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ. അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങളെ അങ്ങേയറ്റം തളർത്തിയതായിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി പരിശോധിക്കുമ്പം നിങ്ങളിപ്പോൾ ഒരു അടി കിട്ടിയ പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം എന്തിനാണ്, എല്ലാം ഒന്ന് അവസാനിപ്പിച്ചാലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു വഴി കിട്ടുമോ അതുവരെ നിങ്ങൾ തിരയുന്നുണ്ട്. ശരിക്കും വളരെ വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അതിൻ്റെ പ്രധാന കാരണം ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ആത്മാർത്ഥത ഇല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ആത്മാർത്ഥതയും ഒരു സ്നേഹവും ഇല്ല, ആത്മാർത്ഥമായിട്ടുള്ള. അവർ അതുപോലെ തന്നെ ശാരീരിക സുഖത്തിനും വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി, അതിന് മാത്രം നിങ്ങളെ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് മാക്സിമം. അല്ല, അതിൽ നിങ്ങൾ വീണുപോയി. ഇവരൊരു ചീറ്റിംഗ് എനർജി ആയിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം സാമ്പത്തികത്തിന്, അതുപോലെ ശാരീരിക സുഖം. ഇവർക്ക് മറ്റു പല ബന്ധങ്ങളുമുണ്ട്. ഇവർ ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളാണ്. ഒന്നിലധികം ബന്ധങ്ങളൊക്കെ, പ്രധാനമായിട്ടും ഒന്നിലധികം ബന്ധങ്ങൾ. പക്ഷെ നിങ്ങൾ വൈകിയാണെങ്കിൽ ഇപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം ഒരു പ്യുവറായിട്ടുള്ളൊരു കാർമിക് കണക്ഷനാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാർമിക് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ ലൈഫ് ലെസൺസും പഠിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവരിലൂടെ നമ്മളെ സ്നേഹിക്കാനും, അതുപോലെ തന്നെ വലിയൊരു തകർച്ച നേരിട്ടേക്കാം ആ ഒരു വ്യക്തി കാരണം. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എടുത്ത് കഴിയുമ്പോൾ ഒരു കാർമിക് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തകർച്ചയാണ്. നിങ്ങളെ സാമ്പത്തികപരമായിട്ടും നിങ്ങളൊരു തകർച്ചയിലേക്ക് പോയി, മാനസികമായിട്ടും പോയി, ശാരീരികമായിട്ടും. ഇനി മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊടുക്കും? കാര്യം നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് തളർന്ന്, നിങ്ങളുടെ എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യവും ആ ഒരു എല്ലാം അവർ അങ്ങ് കവർന്നെടുത്തതായിട്ട് കാണുന്നുണ്ട് ശരിക്കും മൊത്തത്തിൽ.
ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നിങ്ങളെ ചൂഷണം ചെയ്തു. എല്ലാ രീതിയിലും നിങ്ങളെ വഞ്ചിച്ച ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തിൽ നിന്നെങ്കിൽ പോലും ഈ ഓപ്പോസിറ്റ് നിന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂക്കൺ മൈൻഡോട് കൂടിയാണ് നിങ്ങളിലേക്ക് വന്നത്. അവർക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല, സത്യസന്ധമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു കലുഷിത ഒരു അവസ്ഥയിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരടി വയ്ക്കാൻ പോലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോലും ഇല്ല, ഉറങ്ങാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഉറങ്ങാറില്ല എന്ന് തന്നെ പറയാം. കാര്യം അത്രയ്ക്ക് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ശരിക്കും ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തികളെയൊക്കെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പേടിയാണ് നിങ്ങൾക്ക്. എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ. അപ്പം നിങ്ങളുടെ എനർജി പരിശോധിക്കുമ്പം ഈ റീഡിങ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളിൽ മജോറിറ്റി ആളുകളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, എല്ലാം കൈവിട്ടൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. ജീവിതത്തിൻ്റെ പിടി തന്നെ വിട്ടുപോയി. കാര്യം ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വീട്ടുകാരെ നഷ്ടപ്പെട്ടു. അതായത് വീട്ടുകാരെയൊക്കെ ധിക്കരിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ വന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഇനിയും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരെയും സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അഭിമാനം നഷ്ടപ്പെട്ടു. എല്ലാ രീതിയിലും താങ്കൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട് ശരിക്കും. ഇതൊരു ഫിസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു റിലേഷൻ ആയിരുന്നു. അത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. നിങ്ങൾ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു ബന്ധമാണെന്നാണ് നിങ്ങളിത് വിശ്വസിച്ചിരുന്നത്, ഈ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം. പക്ഷെ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ കുറേ അധികം ജീവിതം വരെ അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങിയതാണ് തീർച്ചയായിട്ടും. എന്നിട്ടും നിങ്ങൾ കരഞ്ഞു തളർന്ന ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയ വ്യക്തികളെയും കാണുന്നുണ്ട് ശരിക്കും. അതായത് മൊത്തത്തിലൊരു ലോ എനർജിയാണ് നിങ്ങളിൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ സ്നേഹിക്കാത്തൊരു വ്യക്തിയുടെ പിന്നാലെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി, അത് എത്രയൊക്കെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ ഇവർ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ പോവില്ല, എത്രയൊക്കെ പ്രശ്നം വന്നാലും. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നില്ല. അവരവരുടെ താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് ഈ ഒരു ബന്ധത്തെ കണ്ടിരുന്നത്. നിങ്ങളെ കണ്ടിരുന്നതും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. അവർക്ക് പല ബന്ധങ്ങളിൽ ഒരു ബന്ധം മാത്രമായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് ഇവിടെ നിന്ന് റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. കാര്യം ഇവിടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമൊന്നും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടില്ല. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് ശരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ചു പോയി. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ചതി പറ്റിയത്. ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് സമയം കളയുന്നത്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ സന്തോഷവും ഒക്കെ കളയുകയാണ്, സമാധാനവും ഒക്കെ. നിങ്ങൾക്ക് ചുറ്റും പല കാര്യങ്ങളുണ്ട്. ഇതിനെയൊന്നും നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ പറ്റാത്തൊരു അവസ്ഥ, മാനസികാവസ്ഥ. നിങ്ങളുടെ കണ്ണുകളൊക്കെ മൂടിക്കെട്ടിയൊരവസ്ഥ. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോയെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളോട് അത്ര അധികം വഞ്ചന ചെയ്ത ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. അതാണ് നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ. അവരൊന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയൊരു വ്യക്തിയാണ് സുഹൃത്തുക്കളെ. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റ് കാർഡ് എടുത്ത് നോക്കാം. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പം നമുക്കത് നോക്കാം. ആരാണ് എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളുടെ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതെന്ന് നോക്കാം. അത് നിങ്ങളെ വഞ്ചിച്ചു പോയ വ്യക്തിയാണോ അതോ പുതിയൊരു വ്യക്തിയാണോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇവിടെ ഒരു ടവർ കാർഡും ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
പ്രിയപ്പെട്ട എൻ്റെ വ്യക്തികളെ, ആദ്യം നിങ്ങളുമായിട്ട് ബന്ധത്തിലായിരുന്ന ആ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പുതിയൊരു ബന്ധമാണ്, പുതിയൊരു സ്നേഹമാണ്. അത് നിങ്ങളുടെ സോൾമേറ്റ് ആവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. കാര്യം നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് അത്ര വൈകാരിക അടുപ്പമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത്. അതായത് ആദ്യത്തെ ബന്ധത്തിൽ നിന്ന് കിട്ടിയ തിരിച്ചടികളും ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ മനസമാധാനക്കേടും നിങ്ങളെ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ ആദ്യത്തെ റീഡിങ്ങിൽ കണ്ടത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പുതിയ ബന്ധമാണ് പ്രിയപ്പെട്ട വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഒരു പുതിയ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു പക്വതയുള്ളൊരു സ്നേഹത്തിനുടമയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്നായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ട്. നിങ്ങൾ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ളൊരു ബന്ധമാണ് നിങ്ങളും ഇവരും തമ്മിൽ. കാര്യം ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇന്നർ ഫീലിങ്സ്, അതായത് ഡീപ്പായിട്ടുള്ളൊരു ഇന്നർ കണക്ഷൻ ഇവരുമായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ആദ്യത്തെ ഒരു ബന്ധം പൂർണ്ണമായിട്ടും എൻ്റെ ആയതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, അതുപോലെ ജീവിതത്തിൽ ഒരു സ്റ്റേബിളായ ഒരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അത്യാവശ്യം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ അധ്യാപനം, അതുപോലെ അല്ലെങ്കിൽ ഒരു ലോ സംബന്ധമായ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി. ഒരു ലോയർ ആവാം, അല്ലെങ്കിൽ അധ്യാപകനാവാം, ഒരു സ്പിരിച്വൽ ഒരു ടീച്ചറാകാം, ഒരു മെൻറ്റർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പങ്കാളിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹം തരാനായിട്ട് വരുന്ന ആ ഒരു വ്യക്തി, കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു വ്യക്തി. ഒരു പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തികളായിരിക്കും ഇവർ. ജീവിതത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷകളുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെന്നും കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ സൗഹൃദമായിട്ട് പോകുന്ന ഒരു ബന്ധം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ഒരു പ്രണയത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഒരു വ്യക്തിയുടെ വരവെന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയും വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതായത് പാസ്റ്റിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സൗഹൃദം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു, പിന്നെ അവർ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇപ്പം കാണാറൊന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് കുറച്ച് പേരുടെ കാര്യത്തിൽ. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതൊരു പുതിയ വ്യക്തിയാണ്. മജോറിറ്റി ആളുകളുടെ, ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യത്തിലും ഇതൊരു പുതിയ വ്യക്തിയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഒരർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴാണ്. ശരിക്കും ജീവിതത്തിന് തന്നെ ഒരു ഗതി മാറുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ. ഇപ്പം നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നിങ്ങളെ ഇപ്പം മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം തരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നാണ് കാർഡുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇവരെ കണ്ടുമുട്ടുന്നതിലൂടെ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവരെ കണ്ടുമുട്ടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായും കാര്യം ഇതൊരു കർമ്മയാണ്. തീർച്ചയായിട്ടും ഇവരെ കണ്ടുമുട്ടണമെന്ന ഒരു കർമ്മയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സണായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മജോറിറ്റി ആളുകൾക്കും ഇത് അവരുടെ ഒരു സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം പോലെയുള്ള കണക്ഷൻസ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ആദ്യത്തെ ബന്ധത്തിന് ഇത് റീസ്റ്റാർട്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിനി അതിൽ പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഫ്രീ ആക്കി വെച്ചാൽ മാത്രമേ ഈ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ആവുകയുള്ളൂ. പഴയ വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകളുടെ ഒരു കണിക പോലും നിങ്ങളിനി മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല. കാര്യം അത് നിങ്ങളെ വഞ്ചിച്ചൊരു വ്യക്തിയാണ്.
ഒരു കണികയെങ്കിലും അവരുമായിട്ടുള്ള ഓർമ്മകളുടെ ഒരു കണികയെങ്കിലും നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ആവില്ല. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവേണ്ടത്. അപ്പോൾ സോൾമേറ്റ് എൻ്റർ ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് സോൾമേറ്റ് കടന്നു വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ആദ്യ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധം പാടെ ഉപേക്ഷിക്കുക. അതും പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. അവിടെ ആ കാര്യം വീണ്ടും മനസ്സിലിട്ട് കുഴപ്പിക്കാതിരിക്കുക. അത് പാടെ മറക്കുക. പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്, വളരെ പ്രയാസമേറിയ കാര്യമാണ് അതൊക്കെ. പക്ഷേ എന്നിരുന്നാൽ മാത്രമേ ഈ ഒരു സോൾമേറ്റ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. സോൾമേറ്റ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ആവണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആദ്യത്തെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നത് എപ്പോഴാണോ അപ്പോഴേക്കും നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം പകരാനാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ കരഞ്ഞു തളർന്നിരിക്കേണ്ട ഒരു സമയമല്ല ഇത്. നിങ്ങളെ ചതിച്ച വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവരെ മനസ്സിൽ അവരെക്കുറിച്ച് ഓർത്തിരിക്കാതെ നിങ്ങൾ അവരെയും പാടെ മറക്കുക. അത് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക കംപ്ലീറ്റ്ലി. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജേർണി സ്റ്റാർട്ട് ആവുകയുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോഴും അവരുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ്. ഇനി വിഷ്ണു ഒറാക്കിൾ, ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു മെസ്സേജും കൂടെ നോക്കാം. നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജും കൂടെ നോക്കാം. കൃഷ്ണ മെസ്സേജാണ്. കൃഷ്ണ, അതായത് വിഷ്ണു ഒറാക്കിൾ കാർഡിൻ്റെ കൃഷ്ണ കാർഡാണ് വന്നിരിക്കുന്നത്. ഡിവൈൻ ലവ് ആൻഡ് ജോയ് എന്നാണ്. ഫോളോ ലവ് ആൻഡ് പ്ലേഫുൾനെസ് എന്നാണ് പറയുന്നത്. ഡിവോഷൻ, ബ്ലിസ്. അതായത് നിങ്ങൾക്ക് കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഈ റീഡിങ് നിങ്ങളിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് യാദൃശ്ചികമല്ല. നിങ്ങളോട് ഭഗവാൻ എന്തൊക്കെയോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡ് വന്നത്. കൃഷ്ണൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഭഗവാൻ കൃഷ്ണന് നിങ്ങളോട് പറയാൻ ഫോളോ ലവ് ആൻഡ് പ്ലേഫുൾനെസ് എന്ന് പറഞ്ഞൊരു കാർഡാണിത്. ഡിവൈൻ ലവ് ആൻഡ് ജോയ്, നിങ്ങളിലേക്കൊരു ദിവ്യ പ്രണയം വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ട വ്യക്തികളെ, നിങ്ങളോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിലേക്കൊരു പുതിയ സ്നേഹബന്ധം കടന്നു വരുന്നു. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഭഗവാൻ ഈ ഒരു സമയത്ത് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുമെന്നും കൂടെ ഈ ഒരു സമയത്ത് കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇത് യാദൃശ്ചികമല്ല. ഈ വീഡിയോ കണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ്. ഇതാണ്. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കേ. ആർക്കെങ്കിലും ഇനി അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമെങ്കിൽ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ശരി. അപ്പം താങ്ക് യു.